മാർച്ച് 27-നാണ് വള്ളിക്കപ്പറ്റ സ്വദേശികളായ ഷുഹൈബ്, സഫീർ എന്നിവർ സന്ദർശക വിസയിൽ ദുബായിലെത്തിയത്. പിന്നീട് തായ്ലൻഡ് ആസ്ഥാനമായ കമ്പനിയിൽ ജോലി ഒഴിവുണ്ടെന്നറിഞ്ഞ് അപേക്ഷ നൽകി. ഓൺലൈൻ അഭിമുഖത്തിന് ശേഷം ജോലി ലഭിച്ചതായുള്ള അറിയിപ്പും തായ്ലൻഡിലേക്കുള്ള വിസയും എത്തി. ഇരുവരും ഈ മാസം 22-നാണ് തായ്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിലിറങ്ങിയ ഇവരെ സായുധ സംഘത്തിന്റെ നിയന്ത്രണത്തിലുള്ള അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നെന്നാണ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇവരുടെ കെണിയിൽ പെട്ടിട്ടുണ്ടെന്ന് യുവാക്കൾ വീട്ടുകാരെ അറിയിച്ചു. ഇവര് പോയി 3 ദിവസം ആയിട്ടുള്ളൂ. അതിനകം തന്നെ 2 തവണകളായിട്ട് 3ഓളം മലയാളികൾ വീണ്ടും ഈ കെണിയിൽ വീണിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തിരൂര് എവിടെയുള്ള ഒരാൾ 3 മാസം മുമ്പ് അവിടെ ഈ ചീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടെന്നും ഇയാൾക്കൊക്കെ ഒരു മാസത്തിൽ എത്രയോ ഡോളർ ടാർജറ്റാണ്. അപ്പോൾ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാത്തതുകൊണ്ട് അതിക്രൂരമായി മർദ്ദിച്ചു. ഇരുവരുടെയും മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കാൻ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തെയും സമീപിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.